രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ അടുക്കള കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഉച്ചക്ക് നമുക്ക് 2-3 ഗസ്റ്റ് ഉണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഉച്ചക്കത്തേക്ക് വെക്കുന്നത്. നെയ്ച്ചോറ് വെക്കാനുള്ള ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്ത് ബാക്കിയുള്ള ഡ്യൂട്ടിയൊക്കെ എൻ്റെ ഉമ്മാക്കും കൊടുത്ത്. പിന്നെ അടുക്കള കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരുപാട് പഴക്കമുള്ള വീട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ താമസിക്കുന്നത്. അതിൻ്റെതായ പോരായ്മകൾ അടുക്കളക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ, നിൻ്റെ വീട്ടിൽ നെയ്ച്ചോറും ബിരിയാണി മന്തി ഒന്നും വെക്കാറില്ലേന്ന് ചോദിച്ചിട്ട്. സത്യസന്ധമായി പറയുവാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. മന്തിയൊന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ബിരിയാണി നെയ്ച്ചോറൊക്കെ പിന്നെ ഞാൻ തന്നെ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ഒരു പ്രത്യേകത, ഇവിടെ വരുന്നവരെ ഞങ്ങൾ കൂടുതൽ സൽക്കരിക്കുന്നത് നല്ല പച്ച മീനും ഞണ്ടും ചെമ്മീനൊക്കെ കൊടുത്തിട്ടാണ്. കൂടുതലും വേറെ ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയായിരിക്കും നമ്മൾ അങ്ങനെ സൽക്കരിക്കുന്ന. വരുന്നവർക്കും അതായിരിക്കും കേട്ടോ ആഗ്രഹം, നല്ല ചോറും മീൻകറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ വെറും ചോറും നല്ല മീൻകറിയും മോരുകറിയൊക്കെ വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ പെട്ടെന്ന് മീൻ കിട്ടാതായപ്പോൾ പ്ലാൻ മാറ്റി ചിക്കൻ വാങ്ങിച്ച് വേഗം നെയ്ച്ചോറും ചിക്കൻ കറി ആക്കിയതാണ്. ഷിനാജ് ഇങ്ങോട്ട് വരുവാണേലും ഓൾറെഡി എൻ്റെ അടുത്ത് പറയും, എടി നെയ്ച്ചോറും ബിരിയാണിയൊന്നും വെക്കല്ലേ, വെറും ചോറും നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ പുള്ളിയുടെ ഇഷ്ടത്തിന് അങ്ങനെയാണ് കൂടുതലും ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ വരുന്ന ഗസ്റ്റ് ഷിനാജ് ആണെന്ന് നിങ്ങൾ ഡൗട്ട് അടിക്കും. ഷിനാജ് അല്ലാട്ട, എൻ്റെ അമ്മായിയും മരുമോളും കുഞ്ഞും ഒക്കെയാണ് വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞു കാന്താരി വന്നപ്പോഴേ ഈ ഒരു പാവക്കുട്ടീനെയും കൊണ്ടാണ് കേട്ടോ വന്നത്. അതിനെയും കെട്ടിപ്പിടിച്ച് അവിടെയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മായി എപ്പോൾ ഇവിടെ വന്നാലും ഒരു കട തന്നെ വിലക്കെടുത്തിട്ടായിരിക്കും കേട്ടോ വരുന്നത്. ഞങ്ങൾ പറയും ഒന്നും വാങ്ങിക്കേണ്ട, വെറുതെ വാന്ന് പറഞ്ഞാലും പുള്ളിക്കാരി ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരത്തില്ല. അവരെത്തിയപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ഫുഡൊക്കെ വിളമ്പിത് എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. എല്ലാവർക്കും കൂടെ ടേബിളിലിരുന്ന് കഴിക്കാനുള്ളൊരു സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താഴെ പായിട്ടിട്ടാണ് കേട്ടോ ഇരുന്നത്. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് താഴെ ഇരുന്ന് കഴിക്കുന്ന കേട്ടോ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നെയ്ച്ചോറും പരിപ്പും അച്ചാറും ചിക്കൻ കറിയും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കറിയിൽ ആവശ്യത്തിലേറെ കിഴങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മാമിയും മോളും ഒക്കെ വന്ന് അങ്ങനെ ചായയൊക്കെ ഇട്ട് കടിയൊക്കെ കഴിച്ചിട്ട് ദേ അവിടെ മാറി വർത്താനം പറഞ്ഞിരുന്ന്. മാമിയൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിയൊക്കെ പിന്നെ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് പോയത്. ഈ കുഞ്ഞു പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രസമാണല്ലേ. സമയം പോകുന്നതേ അറിയത്തില്ല. അവരുടെ കളിയും ചിരിയും പാട്ടും ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം.